ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC 10th പ്രിലിംസ് സ്റ്റേജ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. സ്റ്റഡി വിൻ PSC കമ്പനി ബോർഡ് LGS മാത്സിന് വേണ്ടി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ ഡി ഗാർഗി ആനന്ദൻ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ? ഓപ്ഷൻ സി വീരമണി രാജു. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഓപ്ഷൻ എ N പ്രഭാകരൻ. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ തീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫാത്തിമ BV. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ തീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ജസ്റ്റിസ് ഫാത്തിമ BV. 2020 യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്? ഓപ്ഷൻ ബി പരിയാരം. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം? ഓപ്ഷൻ ബി ത്രിപുര. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയതാര്? ഓപ്ഷൻ ഡി ശശി തരൂർ. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ഇപ്പോഴത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ആണ്. ഓർത്തു വെച്ചോണം, ഇപ്പോഴത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ നിലവിൽ മോഹൻ യാദവ്. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ? ഓപ്ഷൻ ബി ശ്രീനിവാസൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ശ്രീനിവാസൻ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഓപ്ഷൻ സി 30. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ സി 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര? ഓപ്ഷൻ ബി ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര? ഓപ്ഷൻ ഡി പൂർവഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര പൂർവഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഓപ്ഷൻ സി മഹാനദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി മഹാനദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളാണ് നർമ്മദ, പെരിയാർ, സിന്ധു. അതും കൂടെ ഓർത്തു വെച്ചോണേ.
അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികൾ: നർമ്മദ, പെരിയാർ, സിന്ധു. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി: ഓപ്ഷൻ എ ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഓപ്ഷൻ എ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? ഓപ്ഷൻ എ എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ കടുവ. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. വേഡന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം: ഓപ്ഷൻ ബി തമിഴ്നാട്. വേഡന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി: ഓപ്ഷൻ സി അൽഫോൻസ ഡി അൽബുക്കറക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് അൽഫോൻസ ഡി അൽബുക്കറക്ക്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി: ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ട്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ട്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി കൽക്കട്ട. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? കൽക്കട്ട. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? ഓപ്ഷൻ ഡി 1917. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത്? ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓർത്തു വെച്ചോണം, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത്? ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ഗ്യാനി സെയിൽ സിംഗ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രമമാകുന്നത്? ഓപ്ഷൻ സി അടിയന്തരാവസ്ഥ കാലത്ത്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രമമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം? ഓപ്ഷൻ സി സ്വത്തവകാശം. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അയിത്ത നിർമ്മാർജ്ജനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമ്മാർജ്ജനം.
6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓപ്ഷൻ എ 19-ാം അനുച്ഛേദം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 19-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. ഓപ്ഷൻ സി രാഷ്ട്രപതി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ഓപ്ഷൻ സി ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. അത് ഓർത്ത് വെച്ചോണം. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി. ഓപ്ഷൻ എ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിൻ്റെ തെക്കുവടക്ക് നീളം ഡാഷ് കിലോമീറ്റർ ആണ്. ഓപ്ഷൻ സി 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്കുവടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. ഓപ്ഷൻ സി ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരാണ്. അതും കൂടി ഓർത്ത് വെച്ചോണം. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്, കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ ഡി ലക്കിടി, വയനാട്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്. ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം. ഓപ്ഷൻ ഡി കയർ. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി കൊച്ചി. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഓപ്ഷൻ സി തൂതപ്പുഴ. ജനപങ്കാളിത്തത്തോടെ
നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ബി പത്തനംതിട്ട. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഫറോക്ക്, പാലക്കാട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറോക്ക്, പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ സി AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ദേശസേവിക സംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ സി അക്കമ്മ ചെറിയാൻ. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആഗമാനന്ദ സ്വാമി. തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമി. സാരഞ്ചി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ്? ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ. സാരഞ്ചി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. പഴശ്ശിക്കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത്? ഓപ്ഷൻ എ MT വാസുദേവൻ നായർ. പഴശ്ശിക്കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ? ഓപ്ഷൻ സി കുറിച്യർ, കുറുമ്പർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ കുറിച്യർ, കുറുമ്പർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമേത്? ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമേത്? മലയാളി മെമ്മോറിയൽ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 8. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം 8. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം? ഓപ്ഷൻ സി പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം? ഓപ്ഷൻ എ ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ്? ഓപ്ഷൻ സി സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഓപ്ഷൻ ബി സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്? ഓപ്ഷൻ ബി പാറ്റല്ല. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ഓപ്ഷൻ ബി കരൾ. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? കരൾ.
അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം. ഓപ്ഷൻ സി ജീവകം ഡി. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഡി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ എ അനുയാത്ര. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അനുയാത്ര. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്. ഓപ്ഷൻ സി നൈട്രജൻ. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് നൈട്രജൻ. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക. ഓപ്ഷൻ സി ഇലക്ട്രോൺ. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഇലക്ട്രോൺ. ഇരുമ്പിൻ്റെ ധാതുവാണ്. ഓപ്ഷൻ സി ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത്. ഓപ്ഷൻ ബി ഹൈഡ്രജൻ. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം. ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. ഓപ്ഷൻ ബി ഓക്സിജൻ. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്. ഓപ്ഷൻ ഡി ബലം. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ് ബലം. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില. ഓപ്ഷൻ എ 5500 ഡിഗ്രി സെൽഷ്യസ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്. ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.